സാറേ, ഈ വിമാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിരുന്ന മിസൈലുകളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഇത്തരം അതിവേഗ വാഹനങ്ങളെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചും പറയുമ്പോൾ കേട്ടിരുന്നൊരു വാക്ക് പണ്ട് സൂപ്പർസോണിക്കാണ്. സൂപ്പർസോണിക് വിമാനങ്ങൾ. സൂപ്പർസോണിക് വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ശബ്ദവേഗതയേക്കാൾ കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്ന, അത് യാത്രാ വിമാനങ്ങൾ പോലും അത്തരത്തിലുള്ള വിമാനങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാക്ക്, പണ്ട് നമുക്ക് പരിചയമില്ലാത്തൊരു വാക്ക്, പുതിയ ഇസ്രായേൽ യുദ്ധകാലത്ത്, ഇസ്രായേൽ ഇറാൻ യുദ്ധകാലത്ത് നമ്മൾ കേട്ടു. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ മനസ്സിലൊക്കെയുള്ള ചോദ്യം അത് എന്താണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ. ഹൈപ്പർസോണിക് മിസൈൽ, സൂപ്പർസോണിക് എന്ന് പറഞ്ഞ ഒരു ധാരണയുണ്ട്. സാധാരണ ശബ്ദ വേഗതയേക്കാൾ അല്പം കൂടിയ വേഗത, അല്ലെങ്കിൽ ഏതാണ്ട് ശബ്ദ വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ അല്ലെങ്കിൽ മിസൈലുകൾ. ഹൈപ്പർസോണിക് മിസൈൽ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും ഏത് മുതിർന്നയാൾക്കും താല്പര്യമുണ്ട്, ഈ വാർത്ത നിരന്തരം വായിക്കുന്നയാൾക്ക്. പക്ഷേ ഒരു പത്രം അവരോട് പറഞ്ഞിട്ടില്ല, മക്കളെ ഇതാണ് സാധനം എന്ന്. അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സർ? ഹൈപ്പർസോണിക്, അതായത് CNN പറഞ്ഞിരിക്കുന്ന ഇറാൻ അവരുടെ കയ്യിലുള്ള ഫത്ത എന്ന് പറഞ്ഞാൽ വിക്ടറി എന്നാണ് സർ. അതെ, വിജയം. അതെ. അപ്പോൾ ആ മിസൈൽ ആദ്യമായിട്ടാണ് അവർ പ്രയോഗിക്കുന്നത്. അത് ഇറാൻ്റെ നേരെ ആയിരുന്നു. ഫത്തയ്ക്ക് ശബ്ദവേഗത്തിൻ്റെ 5 ഇരട്ടി ആണ് വേഗം. ശബ്ദവേഗത്തിൻ്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പീഡ് മിസൈലിൻ്റെ പറയുന്നത് മാച്ച് എന്ന് പറഞ്ഞിട്ടാണ്. മാച്ച് 5 സ്പീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 6100 km/h. ഒരു മണിക്കൂറിൽ 6100 km സ്പീഡാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ സ്പീഡ് എത്രയാണ് എന്നൊരു ചോദ്യം വരുമല്ലോ. 1234 km/h ആണ്. അപ്പോൾ അതിൻ്റെ 5 ഇരട്ടി എന്നല്ല, 6 ഇരട്ടി എന്ന് വേണമെങ്കിൽ ഏതാണ്ട് ശരിയാണ്. അപ്പോൾ ശബ്ദവേഗത്തിൻ്റെ 5 ഇരട്ടി സ്പീഡിലാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ ഫത്ത-1 ഇസ്രയേലിൽ 2000 കിലോമീറ്റർ താണ്ടി ഇറാനിൽ നിന്ന് എത്തിയത്. ഇറാനിൽ നിന്ന് എത്തിയ ചില മിസൈലുകൾ ഈ 2000 കിലോമീറ്റർ താണ്ടിയത് 10 മിനിറ്റിലാണെന്ന് ഞാൻ റിപ്പോർട്ടുകളിൽ വായിച്ചു. ഇറാനിൽ നിന്ന് ഇസ്രായേലിലെത്താൻ 10 മിനിറ്റ് എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അതും ഇത്രയും ഭാരമുള്ള, പേലോടൊക്കെയുള്ള, വെയിറ്റൊക്കെയുള്ള സംഭവമാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ട് ഡോക്ടർ ജെഫ്രി ലൂയിസ്, പ്രൊഫസർ മിഡിൽ ബെറി ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ വക കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായ ഒരാൾ, അദ്ദേഹം പറഞ്ഞു അത്യാവശ്യം ഇത് വിജയമാണ് എന്ന് പറഞ്ഞാൽ ഇത്തരം ഈ കെട്ടിടങ്ങളിലൊന്നും പോയി കൊണ്ടില്ലെങ്കിലും ഇത്രയും ദൂരം ചെന്നല്ലോ, ഇടയ്ക്ക് വെച്ചൊന്നും പാളിപ്പോവാതെ ഈ വഴിയിലൊന്നും വീഴാതെ ഇസ്രായേൽ വരെ ചെന്നല്ലോ. അപ്പോൾ ആ വിജയം ഉണ്ട്. ഇത് പക്ഷെ മൊത്തത്തിൽ ഇതൊരു വേസ്റ്റ് സംഭവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ പരീക്ഷിക്കുന്നത് ഒരേ സമയം 180 എണ്ണം. ഇത് വലിയ യുദ്ധകാലത്തൊക്കെ നമ്മൾ സംഭരിച്ചു വെക്കേണ്ട സംഗതികളാണ് ഈ പോയിരിക്കുന്നത്. അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെയൊക്കെ വിലയെപ്പറ്റി നമുക്കൊരു ധാരണ വേണം. അതിന് ഇപ്പോൾ ഇന്ന് ഗാർഡിയനിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ വിലയെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവരുടെ ഈ ഹൈപ്പർസോണിക് അയൺ ഡോം കൊണ്ട് തടുക്കാൻ പറ്റില്ല. അതിന് ഇസ്രയേലും അമേരിക്കയും കൂടി സംയുക്തമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആരോ എന്ന് പറഞ്ഞ മിസൈൽ, അത് അയച്ചിട്ടാണ് ഇതിനെ തകർത്ത് കളയുന്നത്. ഈ ആരോയ്ക്ക് ഒരു മിസൈലിന് 29.37 കോടി രൂപ വരും. നമ്മുടെ ഈ കൺവെർട്ട് ചെയ്തെടുക്കുമ്പോൾ $3.5 മില്യൺ. 29.37 കോടി രൂപ, 30 കോടി രൂപ വരും ഒരു മിസൈലിന്. അതെ, മിസൈലൊക്കെ ഭയങ്കര പ്രയാസപ്പെട്ട. അതാ ഞാൻ ഈ ചർച്ചയിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഈ 150 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വേസ്റ്റായിപ്പോയി. കാരണം അത് എവിടെയും കൊണ്ടുമില്ല. ഏപ്രിൽ അയച്ചതിൽ 120 എണ്ണം ഏപ്രിൽ അയച്ചിരുന്നു മിസൈല്. അതിൽ 9 എണ്ണമാണ് ഈ അയൺ ഡോം കടന്നു പോയത് എന്നുള്ളതാണ്. അപ്പം ഇറാൻ്റെ മിസൈലുകൾ ഗാർഡിയൻ പറയുന്നത് 80,000 പൗണ്ട് മിനിമം വരും. അപ്പോൾ ഒരെണ്ണത്തിന് 88 ലക്ഷം രൂപ വരും ഒരു മിസൈലിന്. അത് ഈ ഫത്തായുടെ ഒന്നും
ചിലവായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നില്ല. ഇവ മധ്യദൂര മിസൈലുകളും കൂടി അയച്ചിട്ടുണ്ടല്ലോ, അതായിരിക്കും. ഈ ഇസ്രയേലിൻ്റെ തന്നെ ഇപ്പം ആരോവിൻ്റെ പറഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡേവിഡ് സ്ലിംഗ് എന്ന് പറഞ്ഞ മിസൈൽ ഉണ്ടായിരുന്നു ഈ ഇറാൻ്റെ തടുക്കാനായിട്ട്. അതിന് $1 മില്യൺ വരും, 8.3 കോടി രൂപ ഒരെണ്ണത്തിന്. ഇറാന് 3000-ഓളം മിസൈലുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏപ്രിൽ അവരയച്ച കൂട്ടത്തിൽ എമാദ്, ഖദർ തുടങ്ങിയ മിസൈലുകൾ ഉണ്ടായിരുന്നു. ഖദർ ശബ്ദത്തിൻ്റെ 6 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇറാനിൽ നിന്ന് 10 മിനിറ്റ് 12 മിനിറ്റ് ഒക്കെയാണ് ഇതെടുത്തിരിക്കുന്നത് എന്ന് CNN, ഗാർഡിയനൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടികിട്ടുന്നുണ്ട്. കഴിഞ്ഞ ജൂണിലാണ് ഈ ഫത്ത-1 മിസൈൽ പരസ്യമാക്കിയത്. അവരുടെ ഒരു പരേഡിൽ ഇറാൻ. ഈ ഇബ്രാഹിം റൈസി ആയിരുന്നു അന്ന് പ്രസിഡന്റ്. പിന്നീട് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അത് പേജർ ബോംബ് സ്ഫോടനമായിരുന്നു. ഇപ്പോൾ ആ പേജർ സ്ഫോടനങ്ങൾ ഉണ്ടായില്ലേ, അപ്പോൾ വന്നിരുന്നു ഇതും പേജറിൻ്റെ പ്രശ്നമായിരിക്കാം എന്ന് വന്നിരുന്നു. അപ്പോൾ അന്ന് IRCG, അതായത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് എന്ന് പറഞ്ഞ എലൈറ്റ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ചീഫും കൂടി ഇത് പറഞ്ഞിരുന്നു. മിസൈല് ഈ തകർക്കാനുള്ള ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇനി ഇത്തരം മിസൈലുകൾ നമുക്ക് ഉണ്ട്, ഈ മിസൈൽ വേദ സംവിധാനങ്ങളൊന്നും പ്രശ്നമല്ല എന്ന് റൈസി പറഞ്ഞിരുന്നു. ഈ അയൺ ഡോമിനെയൊക്കെ ചേർത്ത് കടന്നു പോകാവുന്ന തരം മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നു. ഈ ഇറാൻ്റെ തന്നെ എയറോസ്പേസ് ഫോഴ്സ്, അതായത് അവരുടെ വ്യോമസേന, അതിൻ്റെ മേധാവി അമീർ അലി ഹാജി സദേ പറഞ്ഞിരിക്കുന്നത് 1400 കിലോമീറ്റർ അപ്പുറം പോകാവുന്ന മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാ കവചവും ഭേദിച്ച് കടന്നു പോകും. സ്റ്റേറ്റ്മെന്റ് അതെ, ഈ ജൂണിൽ പറഞ്ഞിരുന്നു. ഇനി ഞങ്ങൾ ഇസ്രായേലിന്റെ ഏത് ആകാശ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് വരുന്നത് അടുത്തത് വരാനിരിക്കുന്നു എന്ന് ഈ ഫത്തെ അന്ന് പരസ്യപ്പെടുത്തി പരേഡിൽ വെച്ചപ്പോൾ പറഞ്ഞു. ഇത് പരീക്ഷണം മാത്രമാണെന്ന് അതെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മാർച്ച് 14 മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു ഇത് 15,000 കിലോമീറ്റർ മണിക്കൂറിൽ മാക്സിമം സ്പീഡ്. അപ്പോൾ ശബ്ദവേഗത്തിൻ്റെയൊക്കെ പിന്നെയും ഇരട്ടിയായി. 15,000 കിലോമീറ്റർ പെർ അവർ, മണിക്കൂറിൽ 15,000 കിലോമീറ്റർ മാക്സിമം സ്പീഡ് പോകാൻ കഴിയുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ശത്രുവിൻ്റെ ആധുനിക മിസൈൽ വേദ സംവിധാനങ്ങളെ മുഴുവൻ ഇത് ഭേദിക്കുന്നു പറഞ്ഞിരുന്നു. മിസൈലുകളുടെ കാര്യത്തിലുള്ള ഒരു തലമുറ മാറ്റം ഈ ഫത്ത കൂടി സംഭവിച്ചതായിട്ടും പറഞ്ഞിരുന്നു. സൂപ്പർസോണിക്കിൽ നിന്ന് ഹൈപ്പർസോണിക്കിലെത്തി. ഇനിയിപ്പോൾ ഈ 15,000 ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ 15,000 കിലോമീറ്റർ പെർ അവർ വേഗത വരുമ്പോൾ അതിന് പുതിയ പേരുമായിട്ട് വരുമായിരിക്കുമല്ലോ, പുതിയ ഇംഗ്ലീഷ് ടേം ഒക്കെ വരുമായിരിക്കും. അതെ, വരുമായിരിക്കും. ഈ പിന്നെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ഉള്ളത് പിന്നെ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയും പോലെ അതുപോലെ. അപ്പോൾ അവർ വേറെ ആരോ ഈ മറ്റേ ഡേവിഡ് സ്ലിംഗ് അങ്ങനത്തെ മിസൈലുകൾ അതിന് ചേർക്കാൻ അവരുടെ കയ്യിലുണ്ട്. അയൺ ഡോം ലഘുദൂര മിസൈലുകൾക്ക് പറ്റിയതാണ് അയൺ ഡോം. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്കൊന്നും പറ്റിയതല്ല. അപ്പോൾ ഫത്തയിൽ സോളിഡ് ഫ്യൂവലാണ്, മറ്റേ ഫ്യൂവല് സോളിഡാണ്. ഈ ദ്രാവക ഇന്ധനമാണ് ഷഹാബ് 3 ബാലിസ്റ്റിക് മിസൈലിൽ. അതുമൊക്കെ ഇപ്പോൾ അയച്ചിട്ടുണ്ട്, കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്, ഉപയോഗിച്ചിട്ടുണ്ട്. മീഡിയം റേഞ്ച് 2003 ഷഹാബ് വികസിപ്പിച്ചിരുന്നത്. ഇവർ ഇപ്പോൾ ഇറാൻകാരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ നോർത്ത് കൊറിയയിൽ നിന്ന് നോഡോങ് 1 എന്ന് പറഞ്ഞിട്ടൊരു മിസൈല് 1990 മധ്യത്തിൽ മേടിച്ചിരുന്നു. ഉത്തര കൊറിയയിൽ നിന്ന് മിസൈല് ഇറാൻ വാങ്ങിയിരുന്നു. അതിൻ്റെ നാടൻ വേർഷനാണ് അസംബിൾ ചെയ്ത് അതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഷഹാബ് 3 എന്ന് പറഞ്ഞ മിസൈൽ.
1300 കിലോമീറ്റർ അത് അതിന് റേഞ്ച് ഉണ്ട്. അത് പക്ഷേ ഈ വാർ ഹെഡ് ഉണ്ടല്ലോ, സ്ഫോടകം അതിൽ വെക്കുന്നത്, അതിൻ്റെ വെയിറ്റും കൂടി അനുസരിച്ചിരിക്കും. അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പോൾ മിസൈൽ ത്രെറ്റ് പ്രോജക്റ്റ് 2021 അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മിസൈൽ ത്രെറ്റ് പ്രോജക്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇറാന് വളരെ വിസ്തൃതമായ ഭിന്നമായ മിസൈൽ ശേഖരമുണ്ട്. ബാലിസ്റ്റിക് മിസൈലുണ്ട്, ക്രൂസ് മിസൈലുണ്ട്, കപ്പലിൽ നിന്നയക്കാവുന്ന. ഇസ്രയേലും അവരുടെ ലക്ഷ്യം, ആ മിസൈലുകൾ ഇസ്രയേലിലെ ലക്ഷ്യങ്ങൾ തകർക്കാം, തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ലക്ഷ്യങ്ങൾക്കും തകർക്കാൻ കഴിയും ഈ മിസൈലുകൾ കൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇസ്രയേൽ ചെയ്യാൻ പോകുന്നത് ആണവ കേന്ദ്രങ്ങൾ ഇറാൻ്റെ, അതുപോലെ എണ്ണ റിഗുകൾ, ഓയിൽ റിഗുകൾ, ഇതൊക്കെ ലക്ഷ്യം വെക്കും ഇനി അടുത്ത ഘട്ടം. ഇത് ബൈഡൻ അതിനെതിരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്, പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി എന്നൊക്കെ വരാം ഇറാനെതിരെ, അമേരിക്കയൊക്കെ. അതൊക്കെ ബൈഡനും പറയുന്നുണ്ട്. G7 രാജ്യങ്ങളുടെ മീറ്റിങ്ങിൽ ബൈഡൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ G7 രാജ്യങ്ങളെയും ഇത് അറിയിച്ചിട്ടുണ്ട്, ഉപരോധങ്ങളുടെ കാര്യം. പക്ഷെ ആ ഉപരോധങ്ങളൊന്നും ഇസ്രയേലിന് വിഷയമല്ലല്ലോ. ഉപരോധങ്ങൾ കൊണ്ട് പകരം വീട്ടാമെന്ന് ഇസ്രയേൽ കരുതുന്നില്ല. അവരെന്താന്ന് വെച്ചാൽ ഈ അങ്ങോട്ട് ഇറാനിലേക്ക് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റംസിനെയൊക്കെ വെട്ടിച്ച് മിസൈൽ അയക്കുക എന്നുള്ളത് തന്നെ പകരം ഇസ്രയേൽ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലെബനനിൽ ആക്രമണം നടത്തിയല്ലോ. അത് ബോഷുറ എന്ന് പറഞ്ഞ മേഖലയിലാണ് ചെയ്തത്. അപ്പാർട്ട്മെൻ്റ് ഒരെണ്ണം തകർന്ന് പൊളിഞ്ഞ് താഴേക്ക് വീണിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്തായിരുന്നു ആ കെട്ടിടം. അപ്പോൾ പാർലമെൻറ്റ് വിദൂരമല്ല ആക്രമണത്തിൻ്റെ കാര്യം. പാർലമെന്റ് ആയിരുന്നു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ കരുതാം. ഈ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണം ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ദുഃഖം വർദ്ധിപ്പിക്കാനുള്ള കാര്യം, അത് ഇസ്രയേലിൻ്റെ പുതുവർഷം ആയിരുന്നു, റോഷ് ഹഷ്ന ഹീബ്രുവിൽ. അപ്പോൾ അതുകൊണ്ട് അവർക്കത് വല്ലാതെ അവരെ ബാധിച്ചിട്ടുണ്ട്. പുതുവർഷമാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇറാനും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിലൊരു കൗതുകം മാത്രമേ ഇപ്പോൾ ഈ സാറ് വളരെ ഇൻഫർമേറ്റീവായിട്ട് കണ്ടെത്തി പറഞ്ഞ ഈ വാർത്തയിലുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിർമ്മിതി ലോകത്തിലെ അപ്രധാന രാജ്യങ്ങളിലൊന്നായ കൊറിയയിലാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രശ്നം. കൊറിയ ഏതാണ്ട് എല്ലാ ദിവസവും മിസൈൽ ഉണ്ടാക്കി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ മാഷേ? അല്ല, ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ആയുധങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുമ്പോൾ ഈ കൊറിയൻ മിസൈൽ പരീക്ഷണം അത് തകർന്നു വീണു, അവിടെ കടലിൽ തകർന്നു വീണു, ഇത് അമേരിക്ക എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാംകിട രാജ്യങ്ങൾ അപ്രധാനമാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ നമ്മൾ സ്ഥിരം പറയാറില്ല, നമ്മൾ ആയുധം വാങ്ങുന്ന ഫ്രാൻസ് എന്താന്ന് വെച്ചാൽ വലിയൊരു ആണവശക്തിയായിട്ട് ഈ അമേരിക്കയെ വിറപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണല്ലേ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയമില്ലേ, ഉണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ. അതിൻ്റെ പേരിലായിരിക്കും കൊറിയയിൽ നിന്ന് വളരെ ഉദാരമായി കാശ് വാങ്ങിച്ചിട്ട്, നന്നായി കാശ് വാങ്ങിയിട്ടാണെങ്കിലും ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് കൊറിയയാണല്ലേ. പക്ഷേ ഫ്രാൻസ്, ജപ്പാൻ, ചൈന തുടങ്ങിയ വൻകിട US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒറിജിനൽ വന്നത് കൊറിയയിൽ നിന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് അത് നാടൻ നിർമ്മിതി, കാരണം ചിലപ്പോൾ ടെക്നോളജി ട്രാൻസ്ഫറും ചെയ്തിട്ടുണ്ടാകുമായിരിക്കും ഉത്തരവ്. പക്ഷേ റഷ്യ പോലും ഇപ്പോൾ അമേരിക്കക്കെതിരായി പൊരുതിക്കൊണ്ടിരുന്ന ഇറാൻ ആദ്യകാലത്ത് ആശ്രയിച്ചിരുന്നത് തീർച്ചയായിട്ടും സോവിയറ്റ് യൂണിയനാണല്ലോ. ഇതിലെന്താ വിഷയം എന്ന് വെച്ചാൽ ഉത്തര കൊറിയയിൽ നിന്ന് ഈ സാധനങ്ങൾ ആരും അങ്ങനെ മേടിക്കില്ല. അമേരിക്കയുടെ വലിയ ഉപരോധത്തിൽ പെട്ട് കിടക്കുകയാണ് ഉത്തര കൊറിയ. ഇറാനും അതിൽപ്പെട്ടതാണ്. അവർ തമ്മിൽ ഇടപാടുകൾ ആയിരിക്കും. മാത്രമല്ല അതുപോലും അവർക്ക് വേണമെങ്കിൽ ഒരു ജിഹാദാണ്. കാരണം അമേരിക്ക ഉപരോധിക്കുന്ന രാജ്യത്തോട് കച്ചവടം ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അതായിരിക്കാൻ എനിക്ക് കൗതുകം. എനിക്കതിലൊരു ഒരു കൗതുകം തോന്നി അതിനകത്ത്. ശരി സാർ, ഇത് തീർച്ചയായിട്ടും ഇവിടെ യുദ്ധത്തിനിടയിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കും അതിൻ്റെ വിശദാംശങ്ങളും ആയുധങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ. സന്തോഷം സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.